കേരളത്തിലെ പ്രധാന കള്ളുൽപാദന മേഖലയായ ചിറ്റൂരിലെ കള്ളുചെത്ത് വ്യവസായം സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു. 10 വർഷത്തിലധികമായി ഈ മേഖല വലിയ തകർച്ചയിലാണ്. പരിശീലനം നൽകി കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചില്ലെങ്കിൽ ചിറ്റൂരിലെ കള്ളുചെത്ത് വ്യവസായം പൂർണ്ണമായി നിലയ്ക്കുമെന്നാണ് തൊഴിലാളികളുടെ ആശങ്ക. സംസ്ഥാനത്തെ 2 ജില്ലകളൊഴികെ 12 ജില്ലകളിലേക്കുള്ള കള്ള് ചിറ്റൂരിൽ നിന്നാണ് എത്തിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ ചെത്ത് തൊഴിലാളികൾ ഇവിടെ തമ്പടിച്ചാണ് കള്ള് ചെത്തി നടത്തിയിരുന്നത്. കുറച്ചു മാസം മുൻപ് വരെ 2000-ത്തിലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 200-ൽ താഴെയായി. തമിഴ് തൊഴിലാളികളുടെ എണ്ണവും 500-ൽ താഴെയായി. എന്നാൽ 1200 കള്ള് പെർമിറ്റാണ് എക്സൈസ് വകുപ്പ് നൽകിയിട്ടുള്ളത്. 3 ലക്ഷം ലിറ്റർ വരെ ഉൽപാദനമുണ്ടെന്നും 1.5 ലക്ഷം തെങ്ങുകൾ ചെത്തുന്നുണ്ടെന്നും എക്സൈസ് വകുപ്പിന്റെ രേഖകളിൽ പറയുന്നു. യഥാർത്ഥ ഉൽപാദനം 1/4 ലക്ഷം ലിറ്ററിനു താഴെ മാത്രമാണ്. എന്നിട്ടും പെർമിറ്റ് അനുസരിച്ച് 3 ലക്ഷം ലിറ്റർ കൊണ്ടുപോകുന്നത് വ്യാജക്കള്ളാണെന്ന് അധികൃതർക്കറിയാം. കള്ളിന്റെ കണക്കുകൾ കള്ളക്കണക്കുകളായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത തൊഴിലാളികളുടെ കുറവാണ് പ്രധാന പ്രതിസന്ധി. യുവതലമുറ ഈ മേഖലയിലേക്ക് വരുന്നില്ല. നിലവിലുള്ള തൊഴിലാളികൾ പ്രായാധിക്യത്താൽ പിന്മാറുന്നു. ഉൽപാദന ചെലവ് കൂട്ടിയിട്ടും കള്ളിന്റെ വിലയിൽ ആനുപാതികമായ വർധനയില്ലാത്തതും തിരിച്ചടിയായി. തൊഴിലാളികൾക്ക് കൂലിയും വേതനവും ഒക്കെ കൊടുക്കാതെ തന്നെ കലക്കുകൾ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ലാഭകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഈ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. കാരണം അവർക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. അവർക്ക് DAയും അതും അതിനുള്ള കള്ള് ചെത്തുന്നതിൽ കൂലി അങ്ങനെയുള്ള അതിലൊന്നും ലൈസൻസുകളോ സ്റ്റാഫ് നടത്തിപ്പിക്കാരോ തൊഴിലാളികൾക്ക് വേണ്ടതായി കൊടുക്കാൻ തയ്യാറാവാതെ തൊഴിലാളികൾ ഇല്ലാതെ കള്ളുണ്ടാക്കി കൊണ്ടുപോകാനുള്ളൊരു രീതിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തുറന്നു വരുന്നത്. ഈ പരമ്പരാഗത മേഖല നിലനിർത്തണം. ഇവിടെ പണിയെടുക്കുന്നതിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകളും യൂണിയനൊക്കെ ആവശ്യപ്പെടുന്നതും നിരന്തരമായി അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നതും അതാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പരമ്പരാഗത മേഖല സംരക്ഷിക്കപ്പെടും എന്നല്ലാതെ യഥാർത്ഥത്തിലൊന്നും ചെയ്തു കാണുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല മറ്റു ബാറുകളും മറ്റുള്ളത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പനചെത്ത് മേഖലയായാലും തെങ്ങുചെത്ത് മേഖലയായാലും ഒക്കെ ചെത്ത് തൊഴിലാളി മേഖല വളരെയേറെ നാൾക്കുനാൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തെങ്ങുകളുടെ എണ്ണത്തിലും കുറവുണ്ടായി. തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ചെത്തുതൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. പരിശീലനം നൽകി കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചില്ലെങ്കിൽ ചിറ്റൂരിലെ കള്ളുചെത്ത് വ്യവസായം പൂർണ്ണമായി നിലയ്ക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ഏതാണ്ട് 2 ജില്ലയൊഴിച്ച് ബാക്കി 12 ജില്ലകളിലേക്കും ചിറ്റൂരിൽ നിന്നാണ് കള്ള് കൊണ്ടുപോകുന്നത്. അതിന് പെർമിറ്റ് അനുവദിക്കുന്ന കാര്യത്തിലും അതുമാതിരി തന്നെ തൊഴിലാളികളെ ഏർപ്പെടുത്തി ചെത്തിക്കള്ളുണ്ടാക്കി കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ വളരെയേറെ കൃത്രിമമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുക. അത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകളും അതുമാതിരി തന്നെ മറ്റുള്ള സംഘടനകളൊക്കെ പലതവണ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും അതിന് വേണ്ടതായ നടപടി സ്വീകരിച്ച് കാണുന്നില്ല എന്നൊരു ദുഃഖകരമായ സ്ഥിതിയാണ് ഇന്നിവിടെ ഉള്ളത്. കാരണം എക്സൈസ് വകുപ്പ് ഏതാണ്ട് 1.5 ലക്ഷം തെങ്ങുകൾ ചെത്താനുള്ള പെർമിറ്റ് കൊടുത്തതായിട്ടാണ് അവരുടെ രേഖയിൽ പറയുന്നത്. ഏതാണ്ട് 1200ഓളം പെർമിറ്റുകൾക്കായിട്ട് 1.5 ലക്ഷം തെങ്ങ് ചെത്തുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് 1.5 ലക്ഷം തെങ്ങ് ചെത്തുമ്പോൾ അതായത് 3 ലക്ഷം ലിറ്റർ കള്ള് കടത്തുന്നുണ്ടെന്നുള്ളതാണ് അതിൽ പറയുന്ന വ്യവസ്ഥ. പക്ഷേ അവിടെ ചെത്തുന്നത് യഥാർത്ഥത്തിൽ 10-200 തൊഴിലാളികളാണ് ചെത്തുന്നത്. 25,000 1/4 ലക്ഷം ലിറ്റർ പോലും സത്യത്തിൽ ഇവിടുത്തെ ചെത്തുന്നില്ല, കള്ള് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ 3 ലക്ഷം ലിറ്റർ പോകുന്നുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് എക്സൈസ് വകുപ്പിനും മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവിടെ പല രീതിയിൽ ഇതിനു മുമ്പ് പലതവണ ഈ കലക്ക് കള്ളുകൾ കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം അതിൻ്റെ നിരവധി കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കലക്ക് കള്ളാണ് ഇത്രയും ലിറ്റർ ഈ പുറത്ത് മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം സ്പിരിറ്റും അതുമാതിരി തന്നെ അടുത്ത കാലത്തായിട്ട് ഈ ചുമമരുന്ന് അതുപോലുള്ള രാസപദാർത്ഥങ്ങൾ പഞ്ചസാര ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലക്ക് കള്ളാണ് ഇത്രയും ലിറ്റർ ശേഖരിച്ച് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ ചെത്തുകളല്ല. യഥാർത്ഥത്തിൽ ചെത്തുന്ന ഏതാണ്ട് ഒരു 25,000 ലിറ്ററാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ 25,000 ലിറ്ററാണ് 3 ലിറ്ററിൻ്റെ കണക്കിൽ കൊണ്ടുപോകുന്നത്. സത്യത്തിൽ തൊഴിലാളികൾ ഇവിടെ ചെത്തുന്നില്ല. UTV ന്യൂസ്, പാലക്കാട്.